ഹായ് ഫ്രണ്ട്സ്, റീൽസ് ഓൺ വീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാഴ്ചകൾ ഊട്ടി മേട്ടുപ്പാളയം മൗണ്ടൻ ട്രെയിനിൻ്റെ വിശേഷങ്ങളാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. രാവിലെ 4:30 തന്നെ ഞങ്ങൾ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലെത്തി. ആകെ 30 ടിക്കറ്റുകൾ മാത്രമാണ് കൗണ്ടർ വഴി വിതരണമുള്ളൂ. ബാക്കി ടിക്കറ്റുകൾ ഓൺലൈൻ വഴി മാത്രമാണ് വിൽപ്പന. വളരെ നേരത്തെ തന്നെ ഇത്രയും ആളുകൾ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചയാണ്. ശരിക്കും ഒരു ട്രെയിനിൻ്റെ പോലെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കാണാം. നാരോ ഗേജ് റെയിൽ വഴിയാണ് ഈ പൈതൃക ട്രെയിൻ സർവീസ് നടത്തുന്നത്. ഇന്ത്യയിൽ നാരോ ഗേജ് ട്രെയിൻ സർവീസ് നടത്തുന്ന ചുരുക്കം ചില റൂട്ടുകളിൽ ഒന്നാണ് മേട്ടുപ്പാളയം കുനൂർ ഊട്ടി റൂട്ട്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് മുഖേന അറിയിക്കുക. മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കുക. 6:30 തന്നെ യാത്രക്കാർ സ്റ്റേഷനിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. 7:10 ഈ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. അതിന് മുമ്പ് തന്നെ ട്രെയിനിന് അടുത്ത് നിന്ന് ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ തിരക്കിലാണ് യാത്രക്കാർ. ഇതാണ് ട്രെയിനിൻ്റെ എൻജിൻ. സ്റ്റീം എൻജിനാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. മുൻപ് കൽക്കരി ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ചാണ് സ്റ്റീം ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ കൽക്കരിക്ക് പകരമായി ഡീസലാണ് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ ഇന്ത്യയിൽ മറ്റ് 6 സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ മൗണ്ടൻ ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട്. 1 ഡാർജിലിംഗ് ഹിമാലയ ട്രെയിൻ സർവീസ്, 2 കംഗ്ര വാലി റെയിൽ സർവീസ് ഹിമാചൽ പ്രദേശ്, 3 മത്തേരൻ ഹിൽ റെയിൽ മഹാരാഷ്ട്ര, 4 ഹിൽ ക്യൂൻ എക്സ്പ്രസ് ആസാം, 5 കൽക്ക ഷിംല റെയിൽ, 6 കാശ്മീർ ജമ്മു റെയിൽ. കൃത്യസമയത്ത് തന്നെ ട്രെയിൻ പുറപ്പെട്ടു. മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടി വരെ 53 കിലോമീറ്ററാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. 11:55 ട്രെയിൻ ഊട്ടിയിൽ എത്തുന്നത്. 53 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് 4.25 മണിക്കൂർ എടുക്കുന്നുണ്ട്. 20-25 കിലോമീറ്റർ മാത്രമാണ് ഈ ട്രെയിനിൻ്റെ മാക്സിമം സ്പീഡ്. ഹിൽ റൂട്ട് ആയതുകൊണ്ട് തന്നെ ട്രെയിൻ എൻജിൻ പിന്നിലാണ്. അതായത് എൻജിൻ പിന്നിൽ നിന്ന് പുഷ് ചെയ്തുകൊണ്ടാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത്. 4 ബോഗികൾ മാത്രമാണ് ഈ ട്രെയിനിനുള്ളത്. 120 യാത്രക്കാർക്ക് ടിക്കറ്റ് ലഭിക്കും. അതിൽ 90 ടിക്കറ്റുകളും ഓൺലൈൻ വഴിയാണ് വിൽപ്പന. ബാക്കി 30 ടിക്കറ്റുകൾക്കായി യാത്രക്കാർ വളരെ നേരത്തെ തന്നെ ക്യൂവിൽ നിൽക്കുന്നത് കാണാം. നേരത്തെ നമ്മൾ കണ്ട ക്യൂവിൽ മുന്നിൽ നിൽക്കുന്നവർ രാത്രി 10 മണിക്ക് തന്നെ എത്തി ക്യൂവിൽ നിന്നിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. കിലുക്കം, ക്ലാസ്മേറ്റ്സ് തുടങ്ങിയ സിനിമകളിൽ ഈ ട്രെയിനിൻ്റെ ദൃശ്യങ്ങൾ കാണാം. മേട്ടുപ്പാളയം വാഴ കൃഷിക്ക് പ്രശസ്തമാണ്. റെയിൽ പാളത്തിന് ഇരുവശങ്ങളിലുമായി വലിയ വാഴത്തോട്ടങ്ങൾ കാണാം. വന്യമൃഗ ശല്യം ഉള്ളതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫെൻസിങ്ങും ഇട്ടിരിക്കുന്നത് കാണാം. നീലഗിരി മൗണ്ടൻ ട്രെയിൻ, നീലഗിരി ടോയ് ട്രെയിൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന് മാത്രമായി നിരവധി ടൂറിസ്റ്റുകളാണ് വരുന്നത്. ചുരുങ്ങിയത് 3 മാസം മുമ്പ് എങ്കിലും ബുക്ക് ചെയ്താൽ മാത്രമാണ് ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. 3 മാസം മുമ്പ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പോലും വെയിറ്റിംഗ് ലിസ്റ്റ് എന്നാണ് കാണുന്നത്. പക്ഷേ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിലും പിന്നീട് കൺഫർമേഷൻ ലഭിക്കുന്നതാണ്. ഇനി അഥവാ വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ പോലും ക്യാൻസലേഷൻ അനുസരിച്ച് ടിക്കറ്റ് കൗണ്ടറിൽ കൺഫർമേഷൻ ചെയ്ത് ലഭിക്കുന്നുണ്ട്. കൺഫേം ടിക്കറ്റ് എന്ന മൊബൈൽ ആപ്പ് വഴിയാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 295 രൂപയാണ് പെർ ഹെഡ് നിരക്ക്. മേട്ടുപ്പാളയത്ത് നിന്ന് പുറപ്പെട്ട് ആദ്യ സ്റ്റോപ്പ് കല്ലാർ ആണ്. 10 മിനിറ്റോളം ഈ സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയിടും. ഓരോ സ്റ്റേഷനിലും
എൻജിൻ്റെ പ്രവർത്തനം ജീവനക്കാർ പരിശോധിക്കുന്നത് കാണാം. 1853 ഇന്ത്യയിൽ റെയിൽ സർവീസ് ആരംഭിക്കുന്നത്. അതിനുശേഷം 1899 ഈ കാണുന്ന നീൽഗിരി മൗണ്ടൻ ട്രെയിനിൻ്റെ സർവീസ് ആരംഭിക്കുന്നത്. 762 മില്ലിമീറ്റർ വിഡ്ത്തുള്ള നാരോ ഗേജ് റെയിൽ ആണ് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. തുടർന്ന് 1000 മില്ലിമീറ്റർ വീതിയുള്ള മീറ്റർ ഗേജും ഇപ്പോൾ 1676 മില്ലിമീറ്റർ വീതിയുള്ള ബ്രോഡ് ഗേജ് റെയിലുമാണ് കോമൺ ആയിട്ട് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. ഈ റൂട്ട് ഇപ്പോഴും നാരോ ഗേജ് തന്നെയാണ്. പൂർണ്ണമായും വനപ്രദേശത്തു കൂടിയുള്ള റൂട്ടായതുകൊണ്ട് തന്നെ നിരവധി പാലങ്ങളും തുരങ്കങ്ങളും കാണാം. 32 വലിയ പാലങ്ങൾ ഉൾപ്പെടെ ആകെ 250 പാലങ്ങളും 16 തുരങ്കങ്ങളും ഈ റൂട്ടിലുണ്ട്. മേട്ടുപ്പാളയം ഊട്ടി മൗണ്ടൻ ട്രെയിനും ഊട്ടിയും സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന യാത്രക്കാർ ടിക്കറ്റ് ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്യുക. 7:10 ട്രെയിൻ പുറപ്പെടുന്നത്. 11:55 ഊട്ടിയിൽ എത്തും. സ്വന്തം വാഹനവുമായി വരുന്നവർക്ക് മേട്ടുപ്പാളയത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് തന്നെ വാഹനം പാർക്ക് ചെയ്യാം. അതുപോലെ ഫ്രഷപ്പിനുള്ള എല്ലാ സൗകര്യങ്ങളും റെയിൽവേ സ്റ്റേഷനിൽ ലഭ്യമാണ്. സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് 350 രൂപ നിരക്കിൽ റെയിൽവേയുടെ റൂംസ് ലഭ്യമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ക്യാൻറ്റീൻ സൗകര്യമുണ്ട്. അല്ലെങ്കിൽ കുനൂർ എത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ട്രെയിൻ 9 മണിക്ക് കുനൂർ എത്തും. 20 മിനിറ്റ് അവിടെ ടൈമുണ്ട്. 12 മണിയോടെ ട്രെയിൻ ഊട്ടിയിലെത്തും. ഊട്ടിയിൽ നിന്ന് ലഞ്ച് കഴിച്ച് 2 മണിക്ക് തിരികെ പോരുന്ന ട്രെയിനിൽ വേണമെങ്കിൽ മടങ്ങാം. പക്ഷേ വീണ്ടും 3-4 മണിക്കൂർ ഈ ട്രെയിൻ യാത്ര അത്ര രസകരമാവില്ല. വൈകുന്നേരം വരെ ഊട്ടിയിൽ ചെലവഴിച്ച് രാത്രിയോടെ ബസ്സിന് മേട്ടുപ്പാളയത്തേക്ക് മടങ്ങാം. ട്രെയിൻ ഇപ്പോൾ ഒരു തുരങ്കത്തിന് അടുത്ത് ഒരു വ്യൂ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ്. യാത്രക്കാരെല്ലാവരും ഇറങ്ങി ദൃശ്യങ്ങൾ പകർത്തുന്നത് കാണാം. ഈ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ വന്യമൃഗങ്ങളെ കാണുവാനുള്ള സാധ്യത കൂടുതലാണ്. ഞങ്ങൾക്ക് ഒരു കൂട്ടം കാട്ടുപോത്തുകളെ കാണാനുള്ള അവസരമുണ്ടായി. ഓരോ സ്റ്റോപ്പിലും ട്രെയിൻ നിർത്തുമ്പോൾ ഉദ്യോഗസ്ഥർ ട്രെയിനിൻ്റെ എൻജിൻ പരിശോധിക്കുന്നത് കാണാം. കൂടാതെ ഓരോ സ്റ്റേഷനിൽ നിന്നും എൻജിനിൽ വെള്ളം പമ്പ് ചെയ്ത് നിറയ്ക്കുന്നതും കാണാം. ആവി എൻജിൻ ആയതുകൊണ്ട് വളരെയധികം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഓരോ സ്റ്റേഷനിലും വെള്ളം റീഫില്ല് ചെയ്യുന്നതും കാണാം. ട്രെയിൻ ഓരോ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നതിന് മുമ്പ് കമ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. ട്രെയിനിന് വേഗത കുറവായതിനാൽ ചില ബിരുദന്മാർ പുറത്തിറങ്ങി നടന്നും മറ്റും ഫോട്ടോ എടുക്കുന്നതിനാലാണ് അങ്ങനെ ചെയ്യുന്നത്. പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്നതിനാൽ യാത്രക്കാർക്ക് ഡോറ് തുറക്കാൻ കഴിയില്ല. (2005) യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് നീലഗിരി മൗണ്ടൻ ട്രെയിൻ. സമുദ്രനിരപ്പിൽ നിന്നും 300 മീറ്റർ ഉയരത്തിലുള്ള മേട്ടുപ്പാളയത്ത് നിന്ന് സമുദ്രനിരപ്പിൽ നിന്ന് 3200 മീറ്റർ ഉയരത്തിലുള്ള ഊട്ടിയിലേക്ക്, അത്ര ഉയരത്തിലേക്കാണ് ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നത്.
ട്രെയിൻ റണ്ണിമേട് എന്ന ഒരു സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. മനോഹരമായ പ്രകൃതി ഭംഗി ഇവിടെയും കാണാം. ട്രെയിൻ കുനൂർ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. കുനൂർ ഒരു മെയിൻ സ്റ്റേഷനാണ്. 20 മിനിറ്റ് ഇവിടെ ഗ്യാപ്പുണ്ട്. കുനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് വേറെയും ട്രെയിൻ സർവീസുകളുണ്ട്. മേട്ടുപ്പാളയത്ത് നിന്ന് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ കുനൂർ വന്ന് ടിക്കറ്റ് എടുത്ത് ഊട്ടിക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ട്രെയിൻ ഊട്ടിക്ക് അടുത്ത് എത്തിയിട്ടുണ്ട്. മനോഹരമായ താഴ്വരയും ഗ്രാമപ്രദേശങ്ങളും കാണാം. അങ്ങനെ ട്രെയിൻ 12 മണിക്ക് തന്നെ ഊട്ടിയിൽ എത്തി. ഉദകമണ്ഡലം എന്നാണ് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. ഓൺലൈൻ ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഊട്ടി എന്നല്ല ഉദകമണ്ഡലം എന്ന് സെർച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഊട്ടിയിൽ എത്തി ലഞ്ചിന് ശേഷം ഞങ്ങൾ പോയത് ഊട്ടി ബോട്ടാണിക്കൽ ഗാർഡൻ കാണുവാനാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഊട്ടി ബോട്ടാണിക്കൽ ഗാർഡൻ. മനോഹരമായ ബോട്ടാണിക്കൽ ഗാർഡൻ കണ്ട് വൈകുന്നേരത്തോടെ ബസ്സിന് ഞങ്ങൾ മേട്ടുപ്പാളയത്തിന് മടങ്ങി. മേട്ടുപ്പാളയം ഊട്ടി ട്രെയിൻ യാത്രയിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.